ഹായ് ഓൾ, ഇന്ന് പ്രീമിയം കോട്ട ഫാബ്രിക്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കോട്ടാഡോറിയ ഫാബ്രിക് തന്നെയാണ്, കുറച്ചുകൂടി ഒരു പ്രീമിയം ഫാബ്രിക്കിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. 1690 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന ക്വാളിറ്റി അല്ല, കുറച്ചുകൂടി ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. നല്ല അടിപൊളി പ്രിൻറ്റുകളിലും അതുപോലെ തന്നെ കളേഴ്സിലുമാണ് വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരും വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി വയലറ്റ് ആണ്. വയലറ്റ് ഇല്ലാണ്ട് ഒരു കളക്ഷൻ നമുക്കില്ല, ഏതിൽ വന്നാലും വയലറ്റ് ഉണ്ടാവും. ബിക്കോസ് അടിപൊളി ഒരു കളറാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ പ്രിൻറ്റും വന്നിരിക്കുന്നത് നല്ല രസമുണ്ട്. ഇതുണ്ട്, ഒരു കോഫി ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് ആ ഒരു മാംഗോ പ്രിൻറ്റിങ്ങിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഈ സെയിം പ്രിൻറ്റിൽ 2 ഷെയ്ഡ്സ് ഉണ്ട്. നോർമലി നമുക്ക് ഒരേ പ്രിൻറ്റിൽ 2 ഷെയ്ഡ്സ് കിട്ടാറില്ല. ഇങ്ങനെ വരും ദുപ്പട്ട. അടിപൊളി സെറ്റാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ വന്നേക്കുന്നത്. ബോട്ടം വരുന്നതും ദുപ്പട്ടയുടെ ആ ഒരു സെയിം ഈ ഒരു 6 ആഗ് പോലത്തെ പാറ്റേണിലാണ് ബോട്ടം വരുന്നത്. ഫുൾ സെറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഭയങ്കര ക്ലാസ് ആൻഡ് എലഗൻ ലുക്കായിരിക്കും. മിസ്സാകരുത്, അടിപൊളി കളക്ഷൻസ് ആണ്. 1690 ആണ് റേഞ്ച് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ഇൻഡിഗോ ആണ് കേട്ടോ. ഇപ്പോൾ കണ്ട സെയിം പ്രിൻറ്റ് തന്നെയാണ്, ഇൻഡിഗോ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. മാംഗോ പ്രിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ഫാബ്രിക്കുമാണ്, നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ്. ആൻഡ് എത്ര പ്രീമിയം ഫാബ്രിക് ആണെന്ന് പറഞ്ഞാലും കോട്ട ഫാബ്രിക്കിന് നേച്ചറാണ് ഉണ്ടാവുള്ളൂ. തിന്നായിട്ടുള്ള ഫാബ്രിക് ആയിരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല. നമ്മൾ നന്നായിട്ടൊരു കോട്ടൺ ലൈനിങ്ങോ അല്ലെങ്കിൽ ക്രേപ്പ് ലൈനിങ്ങോ ഒക്കെ ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ കനം കുറഞ്ഞ മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കനം വരുന്നത്. ഇത് നമുക്ക് കോട്ട ഫാബ്രിക്കിന് നേച്ചറാണ് ഉണ്ടാവുള്ളൂ. അറിയില്ലാത്ത ആളുകൾ പർച്ചേസ് ചെയ്യരുത്. നമുക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതല്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഈ കോട്ട ഫാബ്രിക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോട്ട ലവേഴ്സാണ്. അതായത് കോട്ട ഇഷ്ടപ്പെടുന്ന ആളുകളാണ് വീണ്ടും ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അറിയില്ലാത്തവരോ കാണാത്തവരോ, ഞാൻ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കോട്ട ഫാബ്രിക്കിനെ പറ്റി അറിയില്ലാത്തവർ, ഉപയോഗിച്ച് ശീലമില്ലാത്തവർ, കണ്ടിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ നേച്ചറിന് അറിയില്ലാത്തവർ പർച്ചേസ് ചെയ്യരുത്. ഓക്കെ, കാരണം തിൻ ഫാബ്രിക്കാണ്. ഇത് യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയവർക്ക് മാത്രമാണ് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് അറിയത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വരും ദുപ്പട്ട. അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. വേഗം തന്നെ പർച്ചേസ് ചെയ്തോ. നല്ല കളറാണ്. ഇൻഡിഗോയിൽ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. കുറച്ചുകൂടി ഒരു ഡീപ്പ് ഇൻഡിഗോയിലേക്കാണ് വരുന്നത്. ബോട്ടം ഇത് വരുന്നു. ഇതും വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ വരും. ഫുൾ സെറ്റിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 1690. അടുത്തൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. യെല്ലോ ആൻഡ് ഗ്രേ ആണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു മാംഗോ യെല്ലോ. അതിൻ്റെ പ്രിൻ്റ് വരുന്നതാണ്. ഇങ്ങനെ വരും പ്രിൻ്റ്. നല്ലൊരു ഷെയ്ഡാണ്. കോമ്പിനേഷനാണ് ഏറ്റവും അടിപൊളി. നല്ല കോമ്പിനേഷനാണ്. ഗ്രേ ആൻഡ് യെല്ലോ എവർഗ്രീൻ കോമ്പിനേഷനാണ്. അടിപൊളിയാണ്. ഭയങ്കര ക്ലാസ് ലുക്കുള്ളൊരു കോമ്പിനേഷനാണ്. നല്ലൊരു ലൈറ്റ് ഒരു പെൻസിൽ ഗ്രേ ടോണിലേക്കാണ് വന്നേക്കുന്നത്. ബോട്ടം വരുന്നതും കോട്ടൺ. വീഡിയോ കാണുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം, സ്കിപ്പ് ചെയ്ത് കാണാതെ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ. നമ്മളെല്ലാ ഓർഡേഴ്സും മൺഡേ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. നാളെ ബക്രീദ് ആയതുകൊണ്ട് ഹോളിഡേ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺഡേ ആയിരിക്കും. ഇന്ന് മുതലുള്ള എല്ലാ ഓർഡേഴ്സും മൺഡേ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നുള്ളൂ. DTDCയും പോസ്റ്റ് ഓഫീസും എല്ലാം നാളെ അവധിയാണ് കേട്ടോ. പിന്നെ സൺഡേ ആണ്. അത് കഴിഞ്ഞിട്ട് മൺഡേ ആയിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ മൺഡേ ആയിരിക്കും എല്ലാം ഡിസ്പാച്ച് ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെ വരുന്നു. 1690 ആണ് പ്രൈസ് വരുന്നത്. ഇൻഡിഗോയിലെ അടുത്ത ഡിസൈൻ ഇതാണ്. ഇത് കണ്ടോ, ഇതും മാംഗോ പ്രിൻ്റ് തന്നെയാണ്. ചെറിയ പ്രിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ബ്ലാക്കാണ് പ്രിൻറ്റിൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും ടോപ്പ്. ഇൻഡിഗോ ഷെയ്ഡും കൂടെ ആകുമ്പോൾ പറയണ്ട, കോട്ട ഫാബ്രിക് അല്ലെങ്കിൽ തന്നെ നല്ലൊരു ലുക്കാണ്. ദുപ്പട്ട ഇങ്ങനെ വരും. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. കളർ ഗാർഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യാം. ഫസ്റ്റ് വാഷ് മാത്രം കളർ ഗാർഡ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് നോർമൽ വാഷ് ചെയ്ത് സ്റ്റാർച്ച് ചെയ്തും യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽസാണ്. ഇതാണ് ബോട്ടം. ഫുൾ സെറ്റിൻ്റെ എല്ലാം പ്രൈസ് 1690. അടുത്തൊരു രാമാഗ്രീൻ ആണ്. ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു രാമാഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. ഇതാണ് അതിൻ്റെ പ്രിൻറ്റ്. ഇതിൻ്റെ ലൈനിങ് ഒക്കെ വന്നു കഴിയുമ്പോഴാട്ടോ അതിൻ്റെ കറക്റ്റ് കളറും ആ പ്രിൻറ്റിൻ്റെ പെർഫെക്ഷനും ഒക്കെ വരുള്ളൂ. ഇങ്ങനെ വരും. ഞാൻ 2 ഫോൾഡിങ്ങിൽ പിടിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ലൈനിങ് വയ്ക്കുന്ന ഫീൽ കിട്ടും. ഇത് കണ്ടോ. ആൻഡ് പ്രീമിയം കോട്ട എല്ലാം തന്നെ നല്ല ലെങ്ത്തിലുമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും പ്രിൻറ്റ്. നല്ല ഷെയ്ഡാണ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ദുപ്പട്ട ഓൾസോ സെയിം ഷെയ്ഡിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും. ഇതാണ് ദുപ്പട്ടയുടെ പ്രിൻറ്റ്.
ബോട്ടം പ്രിൻറ്റും ഇതുപോലെ തന്നെ ദുപ്പട്ടയുടെ സെയിം പ്രിൻറ്റിൽ തന്നെയാണ് ബോട്ടം ഓൾസോ വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇങ്ങനെ വരും. ഫുൾ സെറ്റ് 1690. അടുത്ത ഗ്രീൻ കണ്ടോ, ഒരു പേരക്ക ഗ്രീൻ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ചെറിയൊരു പാരറ്റ് ഗ്രീനും പിസ്ത ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ. ഇത് ഞാനിങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ കറക്റ്റ് കളർ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ആൻഡ് ഇത് ഏത് കളറാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പറയണം. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഓരോന്ന് എടുക്കണത്. അപ്പോൾ അന്നേരം കിട്ടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ പറയുന്നത്. അടിപൊളി ഷെയ്ഡാണ്. മാക്സിമം നിങ്ങളിലേക്ക് കറക്റ്റ് ഷെയ്ഡ് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ എക്സാമ്പിൾസ് പറയുന്നത്. ഇങ്ങനെ വരും ദുപ്പട്ട. നല്ല ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അടിപൊളി കോമ്പിനേഷൻ, റെയർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്, നമ്മളങ്ങനെ കാണാത്തൊരു കോമ്പിനേഷൻ. ഇത് വരും ബോട്ടം. ഫുൾ സെറ്റിൻ്റെയും പ്രൈസ് 1690. അടുത്തൊരു ഇങ്ക് ബ്ലൂ ആണ്, നല്ല ഭംഗിയുള്ളൊരു ഇങ്ക് ബ്ലൂ ഷെയ്ഡിലേക്ക് വൈറ്റ് ആണ് പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇതെല്ലാം ലൈനിങ് ഇട്ട് കഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ട് ആ കളറും പ്രിൻറ്റും എല്ലാം ലൈനിങ് വരുമ്പോൾ എടുത്ത് വെക്കും. ഇപ്പോൾ ഞാൻ 2 ഫോൾഡിങ് പിടിച്ചാലും അപ്പുറമുള്ള പ്രിൻ്റ് ഇങ്ങോട്ടേക്ക് തെളിഞ്ഞു കാണും. അപ്പോൾ അതുകൊണ്ട് അത്ര ഭംഗി ഒന്നിനും തോന്നില്ല. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ലുക്ക് ആയിരിക്കും കേട്ടോ. ഉറപ്പായിട്ടും നല്ല ഭംഗിയുള്ള സെറ്റുകളാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇങ്ങനെ വരും ദുപ്പട്ട. ഓറഞ്ചാണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരുന്നു. ബോട്ടം ഓൾസോ ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, കറക്റ്റ് ഓറഞ്ചിൻ്റെ ഷെയ്ഡ്. ഇങ്ങനെ വരും ഫുൾ സെറ്റ്. അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡാണ്, ഒരു ഇങ്ക് ബ്ലൂവും അതുപോലെ തന്നെ ഒരു ഇൻഡിഗോ ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. അതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ, നല്ല ഭംഗിയുള്ള റോസ് ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇത് ഞാനിപ്പോൾ ഈ ബ്ലൂ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അത്ര ഭംഗി ഉണ്ടാവില്ല ഇതിനൊക്കെ. കറക്റ്റ് ആ ലൈനിങ് വന്നു കഴിയുമ്പോഴാണ് നല്ല രസം ഉണ്ടാവും. നമുക്ക് ഏകദേശം നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ, കോട്ട ഉപയോഗിക്കുന്ന ആളുകൾക്ക് കാണുമ്പോൾ അറിയാം എങ്ങനെ ലൈനിങ് വന്നു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇങ്ങനെ വരും ദുപ്പട്ട. ഒരു ലഹരിയ പാറ്റേണിലാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരും. നല്ല ലെങ്ത്ത് ദുപ്പട്ടയ്ക്കും ഉണ്ട് ടോപ്പിനും ഉണ്ട് കേട്ടോ. ബോട്ടം ആ ഒരു ലഹരിയ പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരും ഫുൾ സെറ്റ്. നെക്സ്റ്റ് ഒരു അടിപൊളി ഗ്രേ ടോണാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഗ്രേ ആണ്. ഇതൊരു ഭയങ്കര റെയർ കളറാണ്. ഇതിലേക്ക് ബ്ലാക്ക് ആണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിലൊരു ചെറിയൊരു ഗ്രീൻ്റെ ടിൻറ്റോ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഗ്രേ. എനിക്ക് അതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് പറയാൻ കിട്ടുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ബ്ലാക്ക് ആണ് അതിൻ്റെ പ്രിൻറ്റ് വന്നേക്കുന്നത്. നല്ലൊരു പ്രിൻറ്റിങ്ങും ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും ടോപ്പ്. നല്ല ഷെയ്ഡ്, അത് വെയർ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇങ്ങനെ വരും ദുപ്പട്ട. എപ്പോഴും കാണുന്ന വൈബ്രൻറ്റ് ഷെയ്ഡ്സിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡുമാണ്. നല്ല രസമുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ഒരു കോളറിനൊക്കെ കൊടുത്താൽ നല്ലൊരു പെർഫെക്റ്റ് ഒരു ഫോർമൽ ലുക്കിലൊക്കെ നമുക്ക് വെയർ ചെയ്യാം. ഇങ്ങനെ വരും ബോട്ടം. മാംഗോ പ്രിൻ്റാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത്. ഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1690. അതുപോലെ പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് ഒരു പ്രിൻറ്റും അതുപോലെ മിറർ വർക്കും വന്നിരിക്കുന്ന ഒരു പാകിസ്ഥാനി കോൺസെപ്റ്റിലുള്ള ദുപ്പട്ടയും അതുപോലെ തന്നെ സെറ്റും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുന്നേ ഈ 4 ഷെയ്ഡ് ബ്ലാക്ക്, അതുപോലെ തന്നെ ഈ ഒരു ക്രീം, ഈ ഒരു ബ്രൗൺ മെറൂൺ ഷെയ്ഡ്, അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്, ഈ 4 ഷെയ്ഡ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ വരും. ഇതിൻ്റെ ഓപ്പൺ പിക്ചേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട്, അതുകൊണ്ടാണ് നല്ല രസമുള്ളൊരു സെറ്റാണ്. ഇതിൻ്റെ ദുപ്പട്ട കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഈ ഒരു ദുപ്പട്ടയും നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടുള്ള 4 ഷെയ്ഡ്സ് ആയിരുന്നു. ഇതുണ്ടോ, ബ്ലാക്ക് വന്നേക്കുന്ന ഇതാണ് ഈ ഒരു സെറ്റ്. അടിപൊളിയായിട്ടുള്ള സെറ്റാണ്. ഇതിൻ്റെ 4 ഷെയ്ഡ്സാണ് നമുക്ക് വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ക്രീം ഷെയ്ഡ്, നല്ലൊരു മെറൂൺ, അതുപോലെ തന്നെ നേവി ബ്ലൂ, ഈ 4 ഷെയ്ഡ്സും നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2395 ആയിരുന്നു പ്രൈസ് വരുന്നത് കേട്ടോ. 2325 ആയിരുന്നു സെറ്റിൻ്റെ പ്രൈസ്. സോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. പർച്ചേസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം. പുതിയ അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം.